ഹലോ, ഞങ്ങൾ ഇന്നലെ കൽപ്പാത്തി മുന്നൊരുക്കങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ കൽപ്പാത്തി തേര് വരുന്നത് 14, 15, 16 3 ദിവസമാണ് രഥം വലിക്കുന്നതും സംഗമമൊക്കെ 16-ാം തീയതി ലാസ്റ്റ് കഴിയും. അപ്പോൾ അതിന് മുന്നേ ഉള്ള അവിടുത്തെ സെറ്റിങ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഇതാക്കണ്ടോ, ഇങ്ങനെ തേര് ഇങ്ങനെ വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ഒരു ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത് ആ സമയമാകുമ്പോഴത്തേക്കായിരിക്കും. നമ്മളതിന് മുന്നേ കടകളൊക്കെ മുന്നേ വരും കേട്ടോ. 10 ദിവസം മുന്നേയൊക്കെ അങ്ങനെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 9-ാം തീയതി 8-ാം തീയതി മുതൽ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അമ്പലത്തിൽ പോയിട്ട് തൊഴുതു. ഇത് വിശ്വനാഥ ക്ഷേത്രമായിരുന്നു. അപ്പോൾ അവിടെ തൊഴുതു. അത് കഴിഞ്ഞിട്ട് ഇത് നാരായണമൂർത്തിയാണ്. അപ്പോൾ അവിടെ ആരതിയുടെയൊക്കെ സമയമായിരുന്നു. ഇത് തേരാണ്. ഇത് 3 തേരുണ്ട്. പക്ഷെ അതവർ ഡെക്കറേറ്റ് ഒന്നും ചെയ്യില്ല. ആ സമയമാകുമ്പോഴേ അതിൻ്റെ സംഭവങ്ങളൊക്കെ വരുള്ളൂ. ഓരോന്നൊക്കെ അവിടെ ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇത് ഹനുമാൻ്റെ മൂർത്തി, അതുപോലെ ഐരാവതം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെയും വെച്ചിട്ടുണ്ട്. നമുക്ക് തേരിൻ്റെ സമയമാകുമ്പോഴേ അവരിതൊക്കെ എടുത്ത് അസംബിൾ ചെയ്യുള്ളൂ. പിന്നെ കടകൾ കുറേ ഉണ്ട്. നമ്മൾ കടകളൊക്കെ ഇങ്ങനെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ പാനിപൂരി കഴിച്ചു. പാനിപൂരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2-3 സ്റ്റോൾ ഉണ്ടായിരുന്നു. നമ്മൾ അതിലൊരെണ്ണത്തിൽ ഞങ്ങൾ കഴിച്ച സ്ഥലത്ത് നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് വണ്ടി കൊണ്ടുപോയ ബുദ്ധിമുട്ടാണ് പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലത്തിൻ്റെ. അപ്പോൾ നമ്മളൊരു ഓട്ടോ വിളിച്ച് അങ്ങനെ തിരിച്ചു വന്നു. നല്ലൊരു വൈകുന്നേരമായിരുന്നു അത്. അപ്പോൾ കൽപ്പാത്തി തേര് കാണാൻ സാധിക്കുന്നവർ വന്ന് കാണുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.